ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിന്റെ ഒടുവിലത്തെ ദിനങ്ങളിലേക്ക് നാം അടുത്തു വന്നിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഒരു ബുധനാഴ്ച കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വചന പഠനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥനയോട് ദൈവാമുഖത്തേക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ചില ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ അങ്ങയുടെ വചനത്തിന് ചുറ്റുമായിരിക്കാൻ ഞങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് കർത്താവെ ചെലവഴിക്കുന്ന നിമിഷം ഏറ്റവും അനുഗ്രഹമായി തീരണമേ. സർവശക്തനായ സർവവല്ലഭനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞങ്ങളായിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടായിരിക്കാൻ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനം ഒരുമിച്ച് ധ്യാനിക്കുന്നതിന് കർത്താവെ ഞങ്ങളൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും കർത്താവെ തിരുവചനം ഗ്രഹിക്കുന്നതിനും അനുസരിക്കുന്നതിനും ഇത് മുഖാന്തരമായി തീരുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആദ്യോടന്തം തടസ്സങ്ങളൊന്നും കൂടാതെ ഇതിൽ സംബന്ധിപ്പാനായിട്ട് എല്ലാവരെയും സഹായിക്കണമേ. ഏകാഗ്ര ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. വചനത്തിന്റെ സത്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് മാത്രം മഹത്വമെടുത്താട്ട് സകല കൃപകളാൽ നിറയ്ക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങള്, 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങള് നാം ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. ഒബ്ജക്ട്സ് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ ലക്ഷ്യം, ആർക്കു വേണ്ടിയൊക്കെ നാം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് നാം അവിടെ ചിന്തിക്കുകയുണ്ടായി. വിശേഷാല് നമ്മെ ഭരിക്കുന്നവർക്ക്, നമ്മുടെ അധികാര സ്ഥാനങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കണം എന്ന് അവിടെ നാം ചിന്തിക്കുകയുണ്ടായി. 2, നമ്മുടെ പ്രാർത്ഥനയുടെ ബേസിസ് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ബേസിസ് ഓഫ് അവർ പ്രയർ ഈസ് ദ ഇന്റർസെഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത, ഏക മധ്യസ്ഥൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. നമുക്ക് വേണ്ടി തന്നെത്താൻ മറുവിലയായി, എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത കർത്താവ് മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ച് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്നു. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ആ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. 1, ഒബ്ജക്ട്സ് ഓഫ് പ്രയർ, നമ്മൾ ആർക്കെല്ലാം വേണ്ടി, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തൊക്കെ ആയിരിക്കണം, എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. 2, പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത. നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുത്ത മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. 3-ാമത് നാം റീസൺസ് ഫോർ പ്രയർ, എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. അവിടെ പറയുന്നത് ഇത് 3-ാമത്തെ വാക്യം, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. ഇറ്റ് ഈസ് ഗുഡ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ, അവന്റെ കാഴ്ചയിൽ അത് നല്ലതാണ്. മാത്രമല്ല അത് ദൈവത്തിന്, ഇറ്റ് ഈസ് പ്ലീസിങ് എൻ ടു ദ ലോർഡ്, ദൈവത്തിന് പ്രസാദകരവുമാണ്. അപ്പൊ ദൈവത്തിന് നല്ലതും പ്രസാദകരവുമായ ഒരു കാര്യം ആണ് നാം പ്രാർത്ഥനയിലൂടെ, പ്രത്യേകിച്ചും എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രാർത്ഥന, എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണമെന്നുള്ളതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. 4-മതായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവം എന്തായിരിക്കണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അവിടെയാണ്
പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ വിശുദ്ധ കൈകളെ ഉയർത്തുക നമ്മുടെ വെടിപ്പുള്ള കൈ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു ഈ കൈകളിൽ പിശാചിന് അവകാശം പറയുവാനൊന്നുമില്ലാത്ത കൈകളുമായി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്. 2, കോപം വിട്ടകന്ന്, അതായത് മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരണം. 3, വിശ്വാസത്തോടെ ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ, ഒരു തർക്കവും ഇല്ലാതെ, ഒരു വാദവും ഇല്ലാതെ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഒബ്ജക്ട്സ് ഓഫ് പ്രയർ, ബേസിസ് ഓഫ് പ്രയർ, റീസൺ ഫോർ പ്രയർ, ഒടുവിലായിട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രയർ, ഈ 4 കാര്യങ്ങളാണ് നാം അവിടെ ചിന്തിച്ചത്. വളരെ അനുഗ്രഹീതമായ ഒരു പാസേജ് ആണത്. പ്രത്യേകിച്ചും പ്രാർത്ഥനയെ കുറിച്ച്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണം, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥനയിൽ നാം ആരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ആരിൽ ആശ്രയിച്ചുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കേണ്ട വിധത്തെക്കുറിച്ചും നമുക്ക് അവിടെ ചിന്തിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ഇന്ന് പൗലോസ് അപ്പോസ്തലന് അതിന് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇവിടെ 9-ാമത്തെ വാക്യം, അതുകൊണ്ടും സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. I also want women to dress modestly with decency and propriety, not with braided hair or gold or pearly or expensive clothes, but with good deeds appropriate for women who profess to worship God. അപ്പോ ദൈവത്തെ ആരാധിക്കുന്ന സ്ത്രീകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നേരത്തെയും ചിന്തിക്കുകയുണ്ടായി. ഇടയ ലേഖനങ്ങള്, പ്രത്യേകിച്ചും ഈ ലേഖനം എന്തിനാ എഴുതിയെന്ന് ചോദിച്ചാൽ, സത്യത്തിന്റെ തൂണും അല്ലെ ആയ സഭയില് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അപ്പൊ ദൈവാലയത്തില് പുരുഷന്മാരെങ്ങനാ പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. കോപവും വാഗ്വാദവും തർക്കവും ഒക്കെ വിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. അതുപോലെ സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്? അവര് യോഗ്യമായ വസ്ത്രം ധരിച്ചു വേണം ആരാധനയ്ക്ക് വരാൻ. പ്രത്യേകിച്ചും ആരാധനയ്ക്ക് വരുമ്പോൾ യോഗ്യമായ വസ്ത്രം. അവിടെ പറയുന്നത് ഡ്രസ് മോഡസ്റ്റ്ലി എന്നുള്ള വാക്ക്. എന്താ ഈ മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ? മിതത്വം പാലിക്കുക. നോട്ട് ഓവർ ഡ്രസ്ഡ് നോർ അണ്ടർ ഡ്രസ്ഡ്. എല്ലാം കൂടെ വലിച്ചു വാരി ഉടുക്കുന്നതല്ല, പിന്നെ ആവശ്യത്തിന് വസ്ത്രം ധരിക്കാതെയും അല്ല. മോഡസ്റ്റി, മിതത്വം പാലിക്കണം, ഡീസന്റ് ആയിരിക്കണം, യോഗ്യമായ വസ്ത്രം ധരിക്കണം. ആരാധനാലയത്തില് പ്രത്യേകിച്ചും ചില പുതിയ തലമുറ സഭകൾ, ന്യൂ ജനറേഷൻ ചർച്ചസോ അതുപോലൊക്കെ ഉള്ളിടത്ത് കുറെ കൂടെ സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അവർക്ക് എന്താ വസ്ത്രം ധരിക്കുന്നതിലും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അങ്ങ് വിശ്വസിച്ച വസ്ത്രം വേണ്ടത്ര ഇല്ലാതെ പോലും ചിലയിടത്തൊക്കെ ആരാധന നടക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയല്ല വേണ്ടത് എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. വിമൻ ടു ഡ്രസ് മോഡസ്റ്റ്ലി വിത്ത് ഡീസൻസി ആൻഡ് പ്രൊപ്രൈറ്റി. ഇപ്പോ സഭയിൽ അങ്ങനെ ആയിരിക്കണമെന്ന് പറയുമ്പം അത് സഭയ്ക്കകത്ത് മാത്രമല്ല, നമ്മള് വിശ്വാസികളായിരിക്കേണ്ടത് പള്ളി വരുമ്പം മാത്രമല്ല, പിന്നെ നമ്മൾ ഓഫീസിൽ പോകുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും എപ്പോഴും. നമുക്ക് 2 ലൈഫില്ല, സെക്യുലർ ആൻഡ് സ്പിരിച്വൽ എന്നും പറഞ്ഞ് നാം എപ്പോഴും സ്പിരിച്വൽ ലൈഫ്, ഒരു ആത്മീയ ജീവിതം കാത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇവിടെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് വിമൻ ഷുഡ് സബ്മിറ്റ്. സ്ത്രീ 11-ാമത്തെ വാക്യം, സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് ഇംഗ്ലീഷിലെ 11-ാമത്തെ വാക്യം വായിച്ചാല് വുമൺ ഷുഡ് ലേൺ ഇൻ ക്വയറ്റ്നെസ് ആൻഡ് ഫുൾ സബ്മിഷൻ. പൂർണ്ണമായ ഒരു സമർപ്പണം, ഒരു
ഒരു കീഴടങ്ങിയിരിക്കുന്ന ഒരു അനുഭവം. അതായത് ഒരു കീഴടക്കുക അല്ല. ചിലരെങ്കിലും പറയാറുണ്ട് പൗലോസ് അപ്പോസ്തലൻ വിവാഹമൊന്നും കഴിക്കാത്തൊരു മനുഷ്യനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം പുരുഷ മേധാവിത്വത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതിയതെന്ന് പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. കാരണം നമുക്കറിയാം, ഇത് പൗലോസ് അപ്പോസ്തലൻ സ്വന്തം അഭിപ്രായമല്ലല്ലോ എഴുതുന്നത്. 2 തീമോഥെയോസ് 3:16-17 നാം വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ത്. അപ്പൊ ഇതും ദൈവശ്വാസ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിച്ച കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ പൗലോസ് വിവാഹം കഴിക്കാത്തൊരു പുരുഷനായിരുന്നത് കൊണ്ട് പുരുഷ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി എഴുതിയ ഒരു കാര്യമായിട്ടല്ല. ഇവിടെ സബ്മിഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഒരു പട്ടാളത്തിൽ അവിടെ സിപായി ഉണ്ട്, ഹവീൽദാർ ഉണ്ട്, സുബേദാർ ഉണ്ട്, സുബേദാർ മേജർ ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുന്ന ഉടനെ ക്യാപ്റ്റൻ ഉണ്ട്, കേണലുണ്ട്, ബ്രിഗേഡിയർ ഉണ്ട്, മേജർ ഉണ്ട്. അങ്ങനെ പല പദവികളുണ്ട്. എല്ലാവർക്കും ഒരു പദവി അല്ലല്ലോ. അപ്പൊ പല പദവികളുണ്ട്. അപ്പൊ സ്ത്രീ കീഴടങ്ങിയിരിക്കുക അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഭർത്താവിനുള്ള പദവി അല്ലെങ്കിൽ സമൂഹത്തിൽ ദൈവമാക്കി വച്ചിരിക്കുന്നവർക്കുള്ള പദവി അംഗീകരിക്കണം എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. അതാണ് ദൈവം തന്റെ സഭയിലും താൻ സൃഷ്ടിച്ച ലോകത്തിലും ദൈവം എല്ലാവരും അങ്ങനെ ആയിരിക്കണം, ആ പാറ്റേൺ ഫോളോ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 14:40. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ലെറ്റ് ഓൾ തിങ്സ് ബി ഡൺ ഡീസന്റ്ലി ആൻഡ് ഇൻ ഓർഡർ. അത് ദൈവസഭയിലും അങ്ങനെ ആയിരിക്കണം, ഉചിതമായിട്ട് നടക്കണം, ക്രമമായിട്ട് നടക്കണം. ദൈവത്തിന്റെ സൃഷ്ടിയിലും അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഗോഡ് ഫോളോസ് ദാറ്റ് പ്രിൻസിപ്പിൾ ഇൻ ഹിസ് ക്രിയേഷൻ. ദൈവം അതാണ്. നമുക്കറിയാം, ഒരു പട്ടാളത്തിൽ ചുമതല വഹിക്കുന്നവർ എല്ലാരും ക്യാപ്റ്റന്മാരായാൽ പിന്നെ യുദ്ധം നടക്കത്തില്ല, എല്ലാരും ബ്രിഗേഡിയർ ആയാൽ യുദ്ധം നടക്കത്തില്ല. അപ്പൊ ഒരു പട്ടാളത്തെ ശരിയായി ഭരിച്ചുകൊണ്ട് പോകണമെങ്കിൽ, അതിന്റെ പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിൽ അതിന് ആക്കി വെക്കപ്പെട്ട അധികാര സ്ഥാനങ്ങളുണ്ട്. അതിനെ കീഴടങ്ങിയിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തെ പൗരന്മാർ അവിടുത്തെ പോലീസിനെ അനുസരിക്കണം, കോടതിയെ അനുസരിക്കണം, അവിടുത്തെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലുള്ളവരെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വേദപുസ്തകം പറയുന്നു, മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കും. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ വ്യവസ്ഥിതിയിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. ഭവനത്തിലും സഭയിലും ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരത്തെ അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സോ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദ റോൾ ഓഫ് വിമൻ ഇൻ ദ ലോക്കൽ ചർച്ച്. സ്ത്രീകൾക്ക് പ്രാദേശിക സഭയിൽ ഉള്ള അവരുടെ പങ്കാളിത്തം എപ്രകാരം ആയിരിക്കണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യോഗ്യമായ വസ്ത്രം, മോഡസ്റ്റ് ഡ്രസ്, നോട്ട് ഓവർ ഡ്രസ്ഡ് നോർ അണ്ടർ ഡ്രസ്ഡ്. കുറച്ചു വസ്ത്രമല്ല, കൂടുതൽ വസ്ത്രവുമല്ല. ലജ്ജാശീലത്തോടുകൂടെ എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. എന്താണ് ഈ ലജ്ജാശീലം എന്ന് പറയുന്നത്? ഷെയിം ഫേസ്ഡ്നെസ്. ആ വാക്ക് തന്നെയാണ് മോഡസ്റ്റിയുടെ അർത്ഥം. നമുക്ക് വേദോസം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ദൈവത്തെ ഭയവും മനുഷ്യരെ ശങ്കയും. ലൂക്കോസിന് ശേഷം 18-ാം അധ്യായത്തില് കർത്താവ് ഒരു ഉപമ പറയുമ്പോൾ, ഒരു ന്യായാധിപനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന, അവന് ദൈവത്തെ ഭയവുമില്ല, മനുഷ്യരെ ശങ്കയും. അങ്ങനെ ആയിരിക്കരുത് ഒരു വിശ്വാസം. 1, ദൈവത്തെ ഭയപ്പെടണം. 2, മനുഷ്യർക്ക് ഞാനൊരു ഇടർച്ചയായി തീരരുത്. എൻ്റെ വസ്ത്രധാരണം കൊണ്ടോ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവർത്തനം കൊണ്ടോ ഞാൻ ആരെയും ഒഫൻഡ് ചെയ്യരുത്, ഇടർച്ചയായി തീരരുത്. ആർക്കും മുറിവേൽപ്പിക്കുകയോ ആരെയും തെറ്റിലേക്ക് വീഴിക്കുകയോ ചെയ്യുന്നവരായിരിക്കരുത്
എന്നുള്ളതാണ്. സുബോധം എന്നുള്ള വാക്ക് നമുക്കറിയാമല്ലോ. എന്താ സോബർ എന്നുള്ള വാക്കിൽ നിന്നാ സൊബ്രൈറ്റി എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. സോബർ, സുബോധത്തോടെ. മറ്റേ പ്രൊപ്രൈറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. അപ്പൊ ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അതായത് അങ്ങനെ അലങ്കരിക്കണമെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആന്തരികമായ ഒരു സ്വയ നിയന്ത്രണം ഉണ്ടാകണം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഇന്നർ സെൽഫ് കൺട്രോൾ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സുവിശേഷ പ്രവർത്തകൻ, ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു സുവിശേഷ പ്രസംഗിക്കാന് സ്റ്റേജിൽ കയറി നിൽക്കുക. കൊച്ചുഞ്ഞുദേശി പറയുന്ന ഒരു മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. അത് അന്നത്തെ കാലത്താണ്. ഈ പ്രസംഗന്റെ കയ്യല് ഒരു നല്ല മോതിരം ഉണ്ടായിരുന്നു. അപ്പൊ പ്രസംഗിക്കുമ്പോ ഇങ്ങനെ കൈ ഉയർത്തുമ്പോഴ് മനുഷ്യര് ശ്രദ്ധിക്കുന്നത് ആ മോതിരത്തിലായിരുന്നു. കൊച്ചുഞ്ഞുദേശിയുടെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കരുത്. നമ്മളെ പ്രദർശിപ്പിക്കാനല്ല, പ്രത്യേകിച്ചും സഭയില് പ്രവർത്തിക്കുമ്പോൾ, സഭയിൽ ഒരു ശുശ്രൂഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്റെ വസ്ത്രധാരണമോ എന്റെ ഹെയർ സ്റ്റൈലോ അല്ലെങ്കിൽ എന്റെ മറ്റേതെങ്കിലും എന്റെ ഡ്രസ്സോ ഒന്നും ദൈവസന്നിധിയിൽ എല്ലാം ഉചിതവും ക്രമവും, ഡീസന്റ് ആൻഡ് ഇൻ ഓർഡർ. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസംഗകൻ കയറി നിൽക്കുമ്പോ ചില സഭകളിലൊക്കെ വിദേശത്ത് ഉള്ള ചില സഭകളില് അവര് കോട്ടും ടൈയും ഇടാതെ ആരും പുൾപിറ്റിൽ കയറരുത് എന്നവർക്ക് അവിടെ അച്ഛന്മാരെ പോലെ വസ്ത്രം ധരിക്കുന്നവരല്ലാത്ത സഭകളിലൊക്കെയാണ്. പക്ഷെ അവരുടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രസംഗകൻ കോട്ടും ടൈയും ധരിച്ചിരിക്കണം, കോട്ടില്ലാതെ പുൾപിറ്റിൽ കയറരുത്. അത് ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിരിക്കും. നമ്മുടെ കാലത്ത് പണ്ട് നമുക്കറിയാം, കൊച്ചുഞ്ഞു ഉപദേശിയോ അല്ലെ സൈമൺ സാറോ, അന്നത്തെ കാലത്ത് കൈയുള്ള ഒരു ജുബ്ബ മാതിരിയുള്ള ഷർട്ട്, വെള്ള വസ്ത്രം, വെള്ള മുണ്ടും വെള്ള ഷർട്ടും. കൊച്ചുഞ്ഞു ഉപദേശിയെ കുറിച്ച് പറയുന്ന ഒരു കരയുള്ള മുണ്ട് ഉടുക്കത്തില്ലായിരുന്നു. ഒറ്റ മുണ്ട് ഉടുത്താൽ കരയുള്ളത് ഉടുക്കത്തില്ല. കര പോലും മറ്റുള്ളവരെ ആകർഷിക്കുന്നതായി തീരരുത് എന്നുള്ളതായിരുന്നു. മാത്രമല്ല രണ്ടാം മുണ്ട് ധരിക്കുവാൻ. ഇന്ന് സ്ത്രീകൾ ചൂരിദാറിന് ദുപ്പട്ട ഇടുന്ന പോലെ അന്ന് അവര് രണ്ടാം മുണ്ട് ധരിക്കുവാൻ. അന്നത്തെ ഒരു വസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പൊ സുവിശേഷം പ്രസംഗിക്കാൻ ഒരാള് പുൾപിറ്റിൽ കയറിയാൽ അയാൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ധാരണ ശുഭ്രവസ്ത്രധാരികളായി വേദപുസ്തകം മാറോട് അടുക്കി പിടിച്ച് പോകുന്നവരെ ആയിരുന്നു അന്ന് വിശ്വാസികൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവർക്കൊരു ഡ്രസ് കോഡ് പോലും ഉണ്ടായിരുന്നു. അതൊന്നും ആരും എഴുതി വെച്ചിട്ടുള്ളതല്ല. എന്നാൽ ഹൃദയത്തിൽ നിന്ന് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന. എന്നാൽ പൗലോസ് ഇത് എഴുതുന്ന കാലത്ത്, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എഫെസോസിലെ ഉള്ള സഭയ്ക്കാണല്ലോ ഇത് എഴുതുന്നത്. തീമത്തിയോസ് എഫെസോസിലെ. അന്നത്തെ കാലത്ത് സ്ത്രീകള് തലമുടി പിന്നി വെച്ചിട്ട്, നമ്മള് ചില പടത്തിലൊക്കെ കാണും, തലമുടി പിന്നി തലയിലോട്ട് കെട്ടി വെച്ചിട്ട് അതിലെല്ലാം പേൾസ്, മുത്തുകൾ ഇങ്ങനെ അണിയുന്ന ഒരു രീതിയുണ്ട്. ആ തലമുടി ഡെക്കറേറ്റ് ചെയ്യുന്നു, അല്ലെ, അതിനെ അലങ്കരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ട് അത്രേ അലങ്കരിക്കേണ്ടത്. അപ്പോ ഇവിടെ പറയുന്നു ആന്തരികമായ ഒരു നിയന്ത്രണം വേണം. നമ്മുടെ അലങ്കാരം എന്ന് പറയുന്നത് ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയുടെ, സഭയിലാകട്ടെ പുറത്താകട്ടെ, അവരുടെ അലങ്കാരം എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളതൊന്നുമല്ല. സൗമ്യതയുള്ള ലജ്ജാശീലത്തോടുകൂടി, മിതത്വം പാലിച്ചുകൊണ്ട് മാന്യമായ യോഗ്യമായ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നു. രണ്ടാമത് ഇവിടെ പറയുന്നത് they should decorate themselves with godly works. ദൈവ ഭക്തിക്ക്, അതായത് സൽപ്രവർത്തികൾ കൊണ്ട് അത്രേ അലങ്കരിക്കേണ്ടതെന്നാണ് 10ാമത്തെ വാക്യത്തിൽ. സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം ഇവിടെ പറയുന്നു, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികൾ കൊണ്ട് അത്രേ അലങ്കരിക്കേണ്ടത്. അപ്പൊ ഗോഡ്ലി വർക്ക്സ്, ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്
പ്രത്യേകിച്ചും ഇടയലേഖനങ്ങളിൽ പാസ്റ്ററൽ എപ്പിസൽസിലെ ഒരു കീ വേർഡാണ്, നമുക്കത് കാണുവാനായിട്ട് കഴിയും. 1 തീമോഥെയോസ് 2:2 നാം വായിക്കുന്നുണ്ട്, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും. അവിടെയും ദൈവഭക്തിയെ കുറിച്ചാ പറയുന്നത്. 2:2. 2:10 ഇപ്പൊ നാം വായിച്ചു ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾ. ഇനി 3:16 എടുത്ത് നോക്കിയാൽ അവിടെയും നമുക്ക് ദൈവഭക്തിയുടെ മർമ്മം, 3:16 ഒടുവില് ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു എന്ന് നാം കാണുന്നു. 1 തീമോഥെയോസ് 4:7ഉം 8ലും ദൈവഭക്തി എന്നുള്ള ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. അവിടെ ദൈവഭക്തി എന്നുള്ള വാക്ക് ആവർത്തിച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും ദൈവഭക്തി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും എന്നവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് 2 തീമോഥെയോസ് 3:5-ലും തീത്തോസ് 1:1-ലും ഒക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ പാസ്റ്ററൽ എപ്പിസൽസില് പ്രധാനമായിട്ടും പറയുന്ന ദൈവഭക്തി എന്നുള്ള ഭക്തിക്കനുസാരമായ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി. അപ്പോ ദൈവഭക്തി കൊണ്ട് വേണം സ്ത്രീകൾ തങ്ങളെ തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തലയിൽ മുത്തുകൊണ്ടും സ്വർണം കൊണ്ടും ഒക്കെ തലമുടി പിന്നി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ പൂ വെക്കുന്ന പോലെ മുത്തുകൾ ഇങ്ങനെ, പ്രത്യേകിച്ചും ഈ ചില സ്ത്രീകളുടെ ഒക്കെ തലമുടി ഇങ്ങനെ പിന്നി പലതായിട്ട് വെച്ചിട്ട് അതിലെല്ലാം മുത്തുകൾ വെക്കുക, അല്ലെങ്കിൽ സ്വർണം വെച്ച് അലങ്കരിക്കുന്ന ആ അലങ്കാരത്തിന്റെ ഒരു മാതൃക പഴയ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ഇതുകൊണ്ടൊന്നും അല്ല അലങ്കരിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാ? സൽപ്രവർത്തികൾ കൊണ്ട്, ദൈവഭക്തിക്കൊത്ത സൽപ്രവർത്തികൾ കൊണ്ട് നിങ്ങളെ തന്നെ അലങ്കരിക്കണം എന്ന് പറയും. നമ്മൾ നോക്കിയാല് ദൈവഭക്തരായ അനേകം സ്ത്രീകള് ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്കായി അധ്വാനിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് തന്നെ പലരെ കുറിച്ചും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തില് സ്ത്രീ പുരുഷ വിവേചനത്തെ കുറിച്ച് അവിടെ സംസാരിക്കുന്നതിൽ വേദപുസ്തകം ഒരിക്കലും ഗലാത്യർ 3:28 ഒന്ന് വായിച്ചാൽ, അതിൽ യഹൂദനും യവനും എന്നില്ല, ദാസനും സ്വതന്ത്രനും ഇല്ല, ആണും പെണ്ണുമെന്നും ഇല്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്. അപ്പൊ ദൈവ വ്യവസ്ഥയിൽ ഒരു വിവേചനമില്ല. എന്നാൽ സ്ത്രീകള് തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് ഇങ്ങനെയാകുന്നു എന്ന് ദൈവം അതിനെ ഓർപ്പിക്കുന്നു. അത് ഉചിതമാണ്, ദാറ്റ് ഈസ് ഡീസന്റ് ആൻഡ് ദാറ്റ് ഈസ് ഇൻ ഓർഡർ, അത് ക്രമമുള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലും ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില്, ലൂക്കോസിന്റെ സുവിശേഷം 8:1 മുതൽ 3 വരെ, അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു, സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളുണ്ട്. അപ്പൊ എത്ര സ്ത്രീകളെ കുറിച്ച് അവിടെ പറയുന്ന? മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച്, വ്യാധികളും ഭൂതങ്ങളും പുറത്താക്കിയ സ്ത്രീകളെ കുറിച്ച്, ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നായെ കുറിച്ച്, സൂസന്നായെ കുറിച്ച്, പിന്നെ തങ്ങളുടെ വസ്തുവക കൊണ്ട് കർത്താവിന്റെയും ശിഷ്യന്മാരുടെയും ആവശ്യങ്ങളെ നിറവേറ്റിയ പല സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോ കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്നെ സ്ത്രീകൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പൗലോസ് പറയുമ്പോൾ
പൗലോസ് സ്ത്രീകളെ അടിച്ചൊതുക്കാനോ അടിച്ചിരുത്താനോ വേണ്ടി അല്ല പറയുന്നത്. എന്നാൽ എല്ലാം ചന്തവും ഉചിതമായിട്ട് നടക്കട്ടെ എന്നുള്ള ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അത് എന്തെങ്കിലും വെച്ചുകെട്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഡെക്കറേഷൻസ് അല്ല. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ അലങ്കാരം എന്ന് പറയുന്നത് അവന്റെ ദൈവഭക്തിയും അവന്റെ ജീവിതവും അവൻ ചെയ്യുന്ന സൽപ്രവർത്തികളും ആണെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ പ്രിസ്കില്ല അപ്പോസ്തലനായ പൗലോസിനോടുകൂടെ അക്വിലാവും പ്രിസ്കില്ലയും ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത് തങ്ങളുടെ കഴുത്ത്, അല്ലെ, എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാണ് അക്വിലാവും പ്രിസ്കില്ലയും എന്ന് പറയും. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ റോമാലേഖനം കൊടുത്തയക്കുന്നത് തന്നെ ഫേബെ എന്ന് പറയുന്ന കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുടെ കയ്യിലാണ്. ഫേബെ ആയിരുന്നു ഈ കത്തുമായിട്ട് റോമയിലേക്ക് പോയത്. അപ്പോ ഫേബ ഒരു സഭയിലെ ഡീക്കനസ് ആയിരുന്നു, ശുശ്രൂഷക്കാരത്തിയായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല റോമാലേഖനം 16-ാം അധ്യായത്തിലെ 8 സ്ത്രീകളെ പേരെടുത്ത് പറഞ്ഞ് പൗലോസ് അവരെ വന്ദനം ചൊല്ലുന്നു. 8 സ്ത്രീകൾ. ഇപ്പൊ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളെ വായിക്കുമ്പോ കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ യുവോദ്യയും സുന്ദകയും ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവര് ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി സുവിശേഷ ഘോഷണത്തിൽ എന്നോടൊപ്പം പോരാടിയിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ യുവോദ്യയും സുന്ദകയും ഫിലിപ്പിയയിലെ 2 സ്ത്രീകളാണ്. പക്ഷെ അവര് സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടും ക്ലേമന്തിനോടും ഒപ്പം പോരാടിയ സ്ത്രീകളാണ്. അപ്പോ പൗലോസ് ഇവിടെ ഒരു സ്ത്രീ വിദ്വേഷിയായിട്ടോ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നവനായിട്ടോ അല്ല സംസാരിക്കുന്നത്. പല സ്ത്രീകളും കർത്താവിന്റെ ശുശ്രൂഷയിലെ കെട്ടുമണിയില് അനുഗ്രഹീതമായിട്ട് പ്രവർത്തിച്ച അനേക സ്ത്രീകളെ, യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി, ഫിലിപ്പയിലെ ആദ്യത്തെ വിശ്വാസി ലുദിയ, പിന്നെ തബീത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത. ഇംഗ്ലീഷിൽ ഡോർക്കസ് എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് നാം കാണുന്നു. ഒരു ശിഷ്യയായിരുന്നു എന്ന് നാം കാണുന്നു. അപ്പോ വേദപുസ്തകത്തിൽ ഉടനീളം നോക്കിയാൽ, ഇനി പഴയ നിയമത്തിൽ നോക്കിയാല് മിരിയാമാണ് ചെങ്കടൽ കടന്നപ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്തു. മോവാബി സ്ത്രീയായ രൂത്ത് എത്ര അനുഗ്രഹീതമായ മാതൃകയായിരുന്നു. എത്ര സ്ത്രീകളെ നമുക്ക് അങ്ങനെ, എസ്തർ എത്ര അനുഗ്രഹീതമായ മാതൃകയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ശമൂവേലിന്റെ മാതാവായ ഹന്നായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ മോശയെ പെറ്റു വളർത്തിയ യോക്കബേദ് എത്ര അനുഗ്രഹീതമായ ഒരു സ്ത്രീ ആയിരുന്നു, അല്ലേ? അവര് പ്രസവിക്കുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ നൈൽ നദിയിൽ എറിഞ്ഞു കളയണമെന്നാണ് രാജാവിന്റെ കൽപ്പന. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ തയ്യാറാവും? 9 മാസം ചുമ്മിക്കൊണ്ട് നടന്നേച്ച് അവസാനം പ്രസവിച്ചു കഴിയുമ്പം ആറ്റി കളയാനാണെങ്കിൽ എന്തിനാ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നതെന്ന് അവർക്ക് ചിന്തിക്കാമായി. എന്നാൽ അവര് വിശ്വാസത്തിൽ അവര് മോശ കുഞ്ഞിനെ, അല്ലേ, ജന്മം കൊടുക്കാൻ അവര് തയ്യാറായി. അമ്രാമും യോക്കബേദും. ഇപ്പൊ എത്രയോ സ്ത്രീ രത്നങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. അപ്പൊ ഇവിടെ സ്ത്രീയെ കുറച്ച് കാട്ടുക അല്ല ദൈവവചനത്തിന്റെ ഉദ്ദേശമെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കും. പുതിയ നിയമത്തിൽ നമുക്ക് അനേകരെ കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിലും അനുഗ്രഹീതമായ മാതൃകകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നും വേണ്ട, നമ്മുടെ റീസെന്റ് ഹിസ്റ്ററിയിലെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന എമി കാർമൈക്കിൾ, അല്ലെ, സ്കോട്ട്ലൻഡില് ജനിച്ചു വളർത്തപ്പെട്ട പെൺകുട്ടി ഇന്ത്യയിലേക്ക് വന്ന് അനേകരെ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് വിടുവിച്ച് തമിഴ്നാട്ടില് പ്രവർത്തിച്ചു. ഇന്ത്യയിൽ തന്നെ മരിച്ചു. മദർ തെരേസ യുഗോസ്ലോവിയയില് ജനിച്ചു വളർത്ത സ്ത്രീ കൽക്കട്ടയിൽ വന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തു. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപക ഐഡാസ് കടർ, അവരുടെ അപ്പനോടുകൂടെ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ രാത്രിയിൽ പ്രസവവേദന എടുക്കുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാര് വന്ന് ഒരു ലേഡി ഡോക്ടർ ഉണ്ടോ എന്നാ ചോദിച്ചു. പുരുഷ ഡോക്ടറെ ആ സ്ത്രീയുടെ പ്രസവം എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. ലേഡി ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു.
ലേഡി ഡോക്ടർ ഇല്ലായിരുന്നത് കൊണ്ട് അപ്പൊ ഈ ഐഡാസ് കടറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വന്ന് എന്റെ ഭാര്യയെ പ്രസവത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, എനിക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് എന്നെ കഴിയുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 3-4 പേര് പിറ്റേ ദിവസം ആ സ്ത്രീകളൊക്കെ മരിച്ച് അവരെ ശവസംസ്കാരത്തിനായിട്ട് കൊണ്ടുപോകുന്നത് കണ്ട ഐഡാസ് കടർ ഇവിടെ നിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. അവിടെ ചെന്ന് മെഡിക്കൽ ബിരുദമെടുത്ത് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ആരംഭിച്ച ഒരു ചെറിയ ശുശ്രൂഷയാണ് ഇന്ന് അനേകർക്ക് പ്രയോജനപ്രദമായി. ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപനം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ എത്രയോ പേര്, ഇനിയും പറയാം, എലിസബത്ത് എലിയറ്റ്, കോറി ടെൻബു, എത്രയോ സ്ത്രീരത്നങ്ങളെ കുറിച്ച്, പണ്ഡിത രമാബായി, നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ പേരെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ എത്ര പേരെ പറയുവാനായിട്ട് കഴിയും. അതൊക്കെ എന്തുകൊണ്ടാണ്? അവരെ ദൈവഭക്തിക്ക് അവരുടെ അലങ്കാരമാക്കി അവരുടെ സൽപ്രവൃത്തികളിൽ മുമ്പരായിട്ട് തീർന്നത് കൊണ്ട് അവർ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് തീർന്നു. ഇവിടെ പിന്നെ പറയുന്നത് 11-ാമത്തെ വാക്യം, സ്ത്രീ മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ സഭയിൽ മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നോട്ട് ടു ബി സൈലന്റ് ബട്ട് ക്വയറ്റ് ലേണിംഗ് എന്നാ പറയുന്നത്. പഠിക്കട്ടെ എന്നാ പറയുന്നത്. മൗനമായിരുന്ന് പഠിക്കട്ടെ, ക്വയറ്റ് ലേണിംഗ്. അവിടെയും പ്രശ്നം സ്ത്രീകളെ വായ് തുറക്കരുതെന്നല്ല പൗലോസ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? എഫെസോസിലെ സഭയിൽ ആരാധന മധ്യേ സ്ത്രീകള് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആരാധനയ്ക്ക് തടസ്സമുണ്ടാക്കുമായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ കരുതുന്നത്. അത് കൊരിന്ത്യ സഭയിലും അതേ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 14:34 നാം അങ്ങനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 14:34 എന്ന് വായിച്ചാൽ, 1 കൊരിന്ത്യർ 14:34. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങി ഇരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അതേ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാൽ, 1 കൊരിന്ത്യർ 11:5 വായിച്ചാൽ, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അവമാനിക്കുന്നു. അവിടെ പറയുമ്പം അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൊരിന്ത്യ സഭയിൽ തന്നെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവര് മൂടുപടമില്ലാതെ ചെയ്താൽ അത് തെറ്റാണെന്നേ പറയുന്നുള്ള. ഇപ്പൊ കൊരിന്ത്യ സഭയിൽ തന്നെ പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നത്, അല്ലെ, സ്പീക്കിംഗ് ഇൻ ടങ്സ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയും പറയുന്നുണ്ട് എല്ലാം ചന്തമായും ഉചിതമായും നടക്കട്ടെ എന്ന് നമ്മളെ കൊരിന്ത്യ ലേഖനത്തിലാണ് വായിച്ചത്. എന്നാൽ ആദിമസഭയിൽ സ്ത്രീകൾ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യുവോദ്യയും സുന്ദുകയും സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്ന സ്ത്രീകളാണ്. മാത്രമല്ല വൃദ്ധമാരെ കുറിച്ച് പറയുന്നത് അവരെ ഇളയ സ്ത്രീകളെ പഠിപ്പിക്കണമെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളെ വായിച്ചാൽ, വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായി ആയിരിക്കണം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവും ഉള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഓൾഡർ വുമൺ ഷുഡ് ടീച്ച് യങ് വിമൻ. പ്രായമുള്ള സ്ത്രീകളെ, ചെറുപ്പക്കാരത്തികളെ
പഠിപ്പിക്കണം. അപ്പോ സ്ത്രീകൾക്ക് പഠിപ്പിക്കാനുള്ള അനുവാദവും കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തീയ സഭയിലെ പലയിടത്തും തർക്കങ്ങളുള്ള നമുക്കറിയാം, തീമത്തിയോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തീമത്തിയോസിന്റെ അമ്മയും വലിയമ്മയുമാണ് തീമത്തിയോസിനെ ദൈവവചനം പഠിപ്പിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സ്ത്രീകൾക്ക് പഠിപ്പിക്കാനുള്ള അനുവാദം ഉണ്ട്, അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അവര് ദേ ഷുഡ് റെസ്പെക്ട് അതോറിറ്റി എന്നുള്ളതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉത്ബോധിപ്പിക്കുന്നത്. അവര് അധികാരത്തെ അനുസരിക്കുന്നവരായിരിക്കണം എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു 13-ാമത്തെ വാക്യം, ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോട് പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഇവിടെ പൗലോസ് പറയുന്നത് they should respect authority. സ്ത്രീകൾ, എന്നാൽ സ്പിരിച്വൽ അതോറിറ്റി ഓഫ് മെൻ. ക്രിസ്ത്യൻ മെൻ ഇൻ ദ ചർച്ച് ആർ ടു ബി സ്പിരിച്വൽ ലീഡേഴ്സ്. സഭയിലെ ആത്മീയ നേതാക്കന്മാരായിരിക്കേണ്ടത് ക്രിസ്തീയ വിശ്വാസികളായ പുരുഷന്മാരായിരിക്കണം. അതിനെ സ്ത്രീകൾ അംഗീകരിക്കണം എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവര് എന്തെങ്കിലും കുറഞ്ഞവരാണെന്നോ ഉള്ള അർത്ഥത്തിലല്ല പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ശുശ്രൂഷയിൽ സഹായിച്ച പല സ്ത്രീകളുണ്ട്, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ സഹായിച്ച സ്ത്രീകളുണ്ട്. അവർക്കെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ സ്ത്രീകളുണ്ട്. അപ്പൊ അനേക സ്ത്രീകളെ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പുരുഷന്മാർ, ആത്മീയ നേതൃത്വം സഭയ്ക്ക് കൊടുക്കേണ്ടത് പുരുഷന്മാരായിരിക്കണമെന്നും ആ പുരുഷന്മാരുടെ ആത്മീയ നേതൃത്വം സ്ത്രീകൾ അംഗീകരിക്കണമെന്നുമാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. അതിന് 2-3 ആർഗ്യുമെന്റ്സ് എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് പൗലോസ് പറയുന്ന 2-3 കാരണങ്ങൾ. ഒന്ന്, ക്രിയേഷൻ ഓർഡർ നോക്കാൻ പറയും. ദൈവം സൃഷ്ടിച്ചപ്പോ ആരെ ആദ്യം സൃഷ്ടിച്ചേ? ആദാമിനെ സൃഷ്ടിച്ചു, പിന്നാണ് ഹവ്വായെ സൃഷ്ടിച്ചത്. ആദാമിന് വേണ്ടിയാണ് ഹവ്വായെ സൃഷ്ടിച്ചത്, അല്ല ഹവ്വായിക്ക് വേണ്ടിയല്ല ആദാമിനെ സൃഷ്ടിച്ചത്. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല, എനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഹെഡ്ഷിപ്പ് ഇൻ ദ ഫാമിലി അല്ലെങ്കിൽ ഹെഡ്ഷിപ്പ് ഇൻ ദ ചർച്ച് അത് പുരുഷന് വേണ്ടി ഉള്ളതാണെന്ന് അവിടെ പറയുന്നു. കാരണം, ഒന്നാമത്തെ കാരണം ആർഗ്യുമെന്റ് പറയുന്നത് ആദാമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്, രണ്ടാമതാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ക്രമത്തിൽ മുൻഗണന അർഹിക്കുന്നത് ആർക്കാണ്? പുരുഷനാണ്. പ്രയോറിറ്റി പുരുഷനാണ്. ബട്ട് പ്രയോറിറ്റി ഡസ് നോട്ട് മീൻ സുപ്പീരിയോറിറ്റി. മുൻഗണന എന്നുള്ളത് കൊണ്ട് അത് സുപ്പീരിയോറിറ്റിയെ കാണിക്കുന്നില്ല, മേധാവിത്വത്തെ കാണിക്കുന്നില്ല. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? ആദാമല്ല, സ്ത്രീ അത്ര വഞ്ചിക്കപ്പെട്ട ലംഘനത്തിൽ അകപ്പെട്ടത്. അപ്പൊ ആദ്യം പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടത് ആരാണ്? സ്ത്രീയാണ്, ഹവ്വയാണ്. സ്ത്രീ ആദ്യം വഞ്ചിക്കപ്പെട്ടു. 14-ാമത്തെ വാക്യത്തിൽ അത് നാം കാണുന്നു. അതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 11-3 പറയുന്നു, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. അപ്പോ സ്ത്രീകൾക്ക്, അതിന്റെ അർത്ഥം സ്ത്രീ മാത്രമേ തെറ്റിലാവപ്പെടത്തുള്ളൂ എന്നുള്ളതല്ല. പക്ഷേ സ്ത്രീ ആണ് ആദ്യം വഞ്ചിക്കപ്പെട്ടത്. അബ്രഹാമിന്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിച്ചല്ലേ? അബ്രഹാമിന് ഒരു തെറ്റ് പറ്റി. അബ്രഹാം ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോ അബ്രഹാം എങ്ങോട്ട് പോയി? വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. പക്ഷെ ക്ഷാമം വന്നപ്പോ അബ്രഹാം എങ്ങോട്ട് പോയി?
മിസ്രയീം ദേശത്തേക്ക് പോയി. മിസ്രയീം ദേശത്ത് പോയപ്പം സാറ സുന്ദരിയ, അതുകൊണ്ട് നീ അവിടെ ചെല്ലുമ്പം പറയണം എന്തുവാ, എന്റെ പെങ്ങളാന്ന് പറയണം. ഒരർത്ഥത്തിൽ പെങ്ങളുമായിരുന്നു, പക്ഷെ പെങ്ങളാണെന്ന് പറയണമെന്ന്. അങ്ങനെ സാറായിക്ക് ഫറവോന്റെ അരമനയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഫറവോന്റെ അരമനയിൽ ചെന്ന് ഫറവോന്റെ ഭാര്യയായി തീർന്നപ്പോ അത് പിന്നീടാണ് ഫറവോന് അത് വെളിപ്പെട്ടത്, മനസ്സിലായത്. അപ്പൊ ഫറവോൻ പറഞ്ഞു, നീ എന്തായി ചെയ്തത് എന്ന് അബ്രഹാമിനോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ കൊന്നുകളയുമെന്ന് വിചാരിച്ച് ഞാനൊരു കള്ളം പറഞ്ഞാന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന് കുറെ സമ്മാനങ്ങളൊക്കെ ഫറവോന് അബ്രഹാമിന് കൊടുത്തു, ആടുമാടുകളും കഴുതി. പക്ഷെ ദാസന്മാരെ കൂടെ സമ്മാനമായിട്ട് കൊടുത്തു. അപ്പൊ അതുകൊണ്ടൊക്കെ അബ്രഹാം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴാ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള വാഗ്ദത്തം നിറവേറുവാൻ താമസിക്കുന്നെന്ന് കണ്ടപ്പോൾ സാറ അബ്രഹാമിനോട് പറഞ്ഞു, നീ ഹാഗാറിനെ ഭാര്യയായിട്ട് അങ്ങ് സ്വീകരിക്കാനായിട്ട്. അവിടെ ദൈവത്തോട് അബ്രഹാം ആലോചന ചോദിച്ചു? ഇല്ല. സ്ത്രീ പറഞ്ഞത് അങ്ങ് കേട്ടു. ഇസ്മായിൽ ഉണ്ടായി കഴിഞ്ഞ് പിന്നീട് സാറയ്ക്കും മകൻ ജനിച്ചു. അപ്പോഴാണ് ഇസ്മായിൽ പരിഹാസി എന്ന് കണ്ടപ്പം ദാസി അവിടെ കുത്തിനെ പുറത്താക്കുക എന്ന് ആര് പറഞ്ഞു? സാറ അബ്രഹാമിനോട് പറഞ്ഞു. അന്നേരം അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കാൻ പോയി. നേരത്തെ ഒന്നും ചോദിച്ചില്ല, അന്നേരം ചോദിക്കാൻ പോയി. അപ്പം ദൈവം എന്താ പറഞ്ഞു? അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചപ്പോ നീ സാറാ പറഞ്ഞല്ലയോ കേട്ടത്, അതുകൊണ്ട് ഇപ്പോഴും അവള് പറയുന്ന തന്നെ അങ്ങ് കേട്ടോളാൻ പറഞ്ഞു. അന്നേരം നീ അല്ലേ സാറാ പറഞ്ഞു കേട്ടു, അതുകൊണ്ട് ഇപ്പോഴും കേട്ടു, ദാസിയും കുട്ടിയും വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോ അവിടെയും സംഭവിച്ചത് എന്താണ്? സാറയുടെ ഉപദേശം കേട്ടു അബ്രഹാം. അവിടെ സ്ത്രീയാണ് ആദ്യം വഞ്ചിക്കപ്പെട്ടത്. അതിനു മുമ്പ് അബ്രഹാമിന്റെ തെറ്റുണ്ട്, എങ്കിലും സ്ത്രീയെ വഞ്ചിക്കപ്പെട്ടു. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? 2 ആർഗ്യുമെന്റ്സ് ആണ്. എന്തുകൊണ്ടാണ് പുരുഷൻ ആത്മീയ നേതാവ്, സ്പിരിച്വൽ ലീഡർ ആയിരിക്കണം എന്നുള്ളതിന്? ഒന്ന്, ആദാമിനെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്, അതുകൊണ്ട് മുൻഗണന പുരുഷനാണ്. 2, ആദ്യം സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ടത് സ്ത്രീയാണ്, അതുകൊണ്ട് ആത്മീയ നേതൃത്വം പുരുഷനായിരിക്കണം, സ്ത്രീ അതിനെ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം ഉദ്ബോധിപ്പിക്കും. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുവാൻ തെരഞ്ഞെടുത്തത് ആരെയാ? ഒരു സ്ത്രീയെയാ, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, സ്ത്രീയുടെ സന്തതി പിശാചിന്റെ സർപ്പത്തോട് പറയുന്നു, നിന്റെ തല തകർക്കും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. ബോൺ ഓഫ് എ വുമൺ എന്നാ പറയും. അപ്പോ ജീസസ് ഹാഡ് എൻ എർത്തലി മദർ, നോട്ട് എൻ എർത്തലി ഫാദർ. യേശു ക്രിസ്തുവിന് അല്ലേ ഭൗമികമായ ഒരു അമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു അപ്പൻ ഇല്ലായിരുന്നു. അപ്പോ അവിടെയും സ്ത്രീക്ക് പൗലോസ് ഓർപ്പിക്കുന്നത്, സ്ത്രീക്ക് എന്നാൽ അനുഗ്രഹമായ ഒരു ശുശ്രൂഷയുണ്ട്. അത് സഭയെ നയിക്കുകയല്ല, സഭയെ നയിക്കുവാൻ ദൈവഭക്തരായ മക്കളെ പ്രസവിച്ച് വളർത്തുക എന്നുള്ളതാണ്, അല്ലേ? ഇവിടെ പറയുന്ന അതാണ് 15-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അങ്ങനെ എത്ര സ്ത്രീകളെ ദൈവവചനത്തിൽ, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ മോശയുടെ അമ്മയായ യോക്കെബേത്ത് എത്ര വിശ്വാസമുള്ള സ്ത്രീയാണ്. ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ ആരും ധൈര്യപ്പെടാതിരുന്ന കാലത്ത്, ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ ആരും ധൈര്യപ്പെടാതിരുന്ന കാലത്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച്, എന്നാൽ ആ കുഞ്ഞിനെ ആറ്റിൽ എറിഞ്ഞു കളയുന്നതിന് പകരം അവന് വേണ്ടി ഒരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി, അവനെ ആ ഞാങ്ങണ പെട്ടകത്തിലാക്കി നൈൽ നദിയുടെ കരയിൽ ഞാങ്ങണയുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ച് മകളെ അവിടെ കാവലിനാക്കിയ ആ അമ്മയുടെ വിശ്വാസം. മോശ ദൈവജനത്തിന്റെ വിമോചകനായി തീരുവാൻ കാരണം ആരാണ്? അമ്രാമും യോക്കെബേതുമാണ്. ആ അമ്മയുടെ വിശ്വാസം, ആ അപ്പന്റെ വിശ്വാസം മോശ ഒരു അനുഗ്രഹമായി തീർന്നു.
അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായി. ഹന്നയെ കുറിച്ച് ഓർക്കുക. ഹന്ന പെനിന്ന അവളെ എന്നും കുറ്റം പറയുകയും വിഷമിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തന്റെ പ്രതിയോഗി തന്നെ വളരെ വിഷമിപ്പിച്ചിരുന്നതുകൊണ്ട് അവൾ എന്തോ എടുത്തു, കൂടുതൽ ദൈവസന്നിധി ചെന്നിരുന്ന് കരഞ്ഞു. സാധാരണ ഒരാള് വിഷമിപ്പിക്കുകയും കുറ്റം പറയുകയും ചെയ്താല് തിരിഞ്ഞു നിന്ന് അവരോട് പോരടിക്കുക പതിവ്. പക്ഷെ ഹന്ന എടുത്തു ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കരഞ്ഞു. കരഞ്ഞതുകൊണ്ട് ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്കൊരു സന്തതിയെ നൽകി. അവന്റെ പേര് ശമൂവേൽ. ആ ശമൂവേല് ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപനും വിശ്രുതനായ പ്രവാചകനും ഇസ്രായേലിലെ 1-2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത വ്യക്തിയുമായിട്ട് തീർന്നു ഹന്നയുടെ കരച്ചില്. അതുകൊണ്ട് അങ്ങനെ ഓർക്കാണ്. രൂത്ത് എന്ന് പറയുന്ന മോവാബ്യ സ്ത്രീ, ഓർപ്പ എല്ലാരെയും വിട്ടേച്ച് സ്വന്തം ദേവന്മാരുടെയും സ്വന്തം ജാതിയുടെയും സ്വന്തം ജനത്തിന്റെയും അടുക്കിലേക്ക് മടങ്ങിപ്പോയപ്പോൾ രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. മരണത്താലല്ലാതെ ഞാൻ നിന്റെ ദൈവം എന്റെ ദൈവം. അതുകൊണ്ട് ബോവസ് പറയുന്നത്, യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് രൂത്തിനോട് പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവഭക്തിയോട്. അത് എസ്തർ മൊർദെഖായിയോട് പറഞ്ഞു, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഞാനും ഉപവസിച്ച് പ്രാർത്ഥിക്കാം, ദൈവജനത്തിന് രക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ എത്രയോ സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ 1 തീമോഥെയോസ് 2:15 പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോട് പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. ലോകത്തിന്റെ ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടി ദൈവം എപ്പോഴും ചെയ്യുന്നത്, ദൈവം ഒരു കുഞ്ഞിനെ ലോകത്തിലേക്ക് അയക്കുമെന്നാണ്. To change the history of the world, God will send a baby to the world. ദൈവം ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടി ഒരു മോശയെ ലോകത്തിലേക്ക് അയച്ചു. യഹൂദ ജനത്തിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക സാന്നിധ്യമായിരുന്നു ശമൂവേൽ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലെ ഒരു നിർണായക സാന്നിധ്യമായിരുന്നു രൂത്ത്, അല്ലെ? ദാവീദിന്റെ അപ്പനായ ഓബേദിന്റെ അപ്പനായ ഇശായിയെ പ്രസവിച്ചത് ആരായിരുന്നു? രൂത്തായിരുന്നു. ബോവസിനും രൂത്തിനും കൂടെ ഉണ്ടായ മകനായിരുന്നു ഓബേദ്. ഓബേദിന്റെ മകൻ ഇശായി, ഇശായിയുടെ മകൻ ദാവീദ്. ഇപ്പൊ ദൈവം എപ്പോഴും സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ചരിത്രങ്ങളും മാറ്റി എഴുതുവാൻ വിശുദ്ധീകരണത്തിലും സുബോധത്തോടും സ്നേഹത്തോടും കൂടെ സ്ത്രീകളെ പാർക്കുന്നുവെങ്കിൽ വലിയൊരു അനുഗ്രഹീതമായ ഉത്തരവാദിത്വം നിർവഹിപ്പാൻ ദൈവം സ്ത്രീ ജനങ്ങളെ ഒരുക്കും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.